ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുമ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇതിപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ കിച്ചണിൻ്റെ കോലമാണ് ഈ കാണുന്നത്. ആലിമിന് സുഖമില്ലായതിന് ശേഷം ഇങ്ങനെയാണ് എൻ്റെ കിച്ചൺ കിടക്കുന്നത്. ഇതിപ്പോൾ ഇന്നാണ് ഇത്രയും മോശമായിട്ട് കിടക്കുന്നത് കേട്ടോ. കാരണം ഇന്നലെ അവനെ ഡോക്ടറിനെ കാണിക്കാൻ പോയിട്ട് രാത്രി 10:30 ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ വന്ന പാടെ തന്നെ അവൻ ഉറങ്ങിപ്പോയി. അങ്ങനെ തന്നെ ഞങ്ങളും കയറി കിടന്നു. അതുകൊണ്ട് കിച്ചണൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ടാണ് കിച്ചൺ ഇത്രയും വൃത്തികേടായിട്ട് കിടക്കുന്നത്. വർക്ക് ഏരിയയിലാണെങ്കിലും പാത്രങ്ങൾ കഴുകി വെച്ചെങ്കിലും എനിക്കതൊന്നും എടുത്ത് വെക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ പുറത്ത് വർക്ക് ഏരിയയിൽ പാത്രങ്ങൾ വെക്കണത് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. ഓപ്പണായിട്ട് ഞാൻ മാക്സിമം എല്ലാം എടുത്ത് ഷെൽഫിൽ വെച്ചതിന് ശേഷമാണ് കിടന്ന് ഉറങ്ങാറ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർക്ക് ഏരിയയിൽ ഇരിക്കുന്ന പാത്രങ്ങളെല്ലാം എടുത്ത് ഒന്നും എടുത്ത് കഴുകി വെക്കുകയാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് എലി കയറാൻ ചാൻസ് ഉണ്ട്. ഇനി എലി എങ്ങാനും അതിൻ്റെ മുകളിൽ പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലോ. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് ആ ഒരു കാര്യത്തിൽ. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമതെല്ലാം ഒന്നും കൂടി എടുത്ത് കഴുകി വെക്കുന്നത്. ആഹിൽ ക്ലാസ്സിൽ പോകുന്നതുകൊണ്ട് അവനുള്ളത് വേഗം എങ്ങനെയെങ്കിലും റെഡിയാക്കി കൊടുത്തിട്ട് ആലിമിൻ്റെ കൂടെയാണ് കൂടുതൽ ഇരിക്കുന്നത്. അവൻ ഭക്ഷണം കഴിക്കാനും വെള്ളം വരെ കുടിക്കുന്നില്ല. അത്രയും ബുദ്ധിമുട്ടാണ്. കാരണം വെള്ളമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അവൻ വെള്ളം കുടിക്കുമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ വെള്ളം കാണുമ്പോൾ എന്തോ ഒരു പേടി കിട്ടിയ പോലെയാണ് അവൻ കാണിക്കുന്നത്. കൈ തട്ടിക്കളയുക, നമ്മളെ കാണുമ്പോൾ തന്നെ ഭയങ്കര ദേഷ്യം. അപ്പോൾ അത് കാരണം ഞങ്ങളും ഭയങ്കര ടെൻഷനിലാണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് തുടങ്ങി ഡോക്ടർ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നും അതേപോലത്തെ കണ്ടീഷൻ, ആൾ വീക്കാണ്, ഫുൾ കിടപ്പാണെന്നുണ്ടെങ്കിൽ ഇന്ന് എന്തായാലും ട്രിപ്പ് ഇടണമെന്നാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ അവൻ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് രാത്രി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇനി എഴുന്നേപ്പിച്ച് കരയിപ്പിക്കണ്ടേന്ന് ഓർത്ത് മെഡിസിൻ കൊടുത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇന്ന് രാവിലെ തുടങ്ങി അവൻ്റെ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ മാക്സിമം എങ്ങനെയെങ്കിലും ഫുഡ് കഴിപ്പിക്കണമെന്നാണ് കേട്ടോ ഞങ്ങൾ വിചാരിച്ചേക്കുന്നത്. ചെറിയ കുട്ടികൾക്ക് ഡ്രിപ്പ് ഇട്ട് കിടക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പണിയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ എന്താ പറയുക, ഒന്നിനും കോപ്പറേറ്റ് ചെയ്യാത്ത കുട്ടികളാവുമ്പോൾ. ഇവനെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ അനക്കാണ്ട് വെക്കണമല്ലോ. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഒഴിവാക്കി ഫുഡ് എങ്ങനെയെങ്കിലും കഴിപ്പിക്കാമെന്നാണ് കേട്ടോ ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ പുട്ടും പരിപ്പുമാണ് അവന് കൊടുത്തത്. അത് ഇഷ്ടമാണല്ലോ എന്ന് വിചാരിച്ചാണ് അങ്ങനെ ഉണ്ടാക്കിയത്. കഴിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ബലം പ്രയോഗിച്ച് തന്നെ കൊടുക്കേണ്ടി വന്നു. വേറെ വഴിയില്ലായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഉള്ളിലോട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചെയ്തത്. ചെയ്യാൻ പാടില്ലെന്നറിയാം, പക്ഷേ ഞങ്ങളുടെ നിവൃത്തിയോടുണ്ട് അങ്ങനെ കൊടുക്കേണ്ടി വന്നു. അതേപോലെ വെള്ളവും അങ്ങനെ തന്നെയായിരുന്നു. വെള്ളവും അവൻ കുടിക്കുന്നുണ്ടായിരുന്നില്ല. ഇതേപോലെ ബലം പിടിച്ചിട്ടാണ് കേട്ടോ വെള്ളം കൊടുത്തത്. പിന്നെ മെഡിസിനും അതേപോലെ തന്നെ. മെഡിസിനൊക്കെ ഇങ്ങോട്ട് വന്ന് ചോദിച്ചു കഴിക്കുന്ന കുട്ടിയായിരുന്നു. ഞങ്ങൾക്കിപ്പോൾ അങ്ങനെയാണ് രാവിലത്തെ അവന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിപ്പിച്ചത്. കാര്യമായിട്ടൊന്നും കഴിച്ചില്ല കേട്ടോ. 3 ടീസ്പൂൺ അത്ര മാത്രമേ കഴിച്ചിട്ടുള്ളൂ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ പാത്രങ്ങൾ കൂടി കിടക്കുന്നത്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്. എനിക്ക് ഇതേപോലെ ബാക്ക് പെയിൻ വന്നപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കുട്ടികളുടെ കാര്യം വരുമ്പോൾ നമ്മൾ ആകെ അങ്ങോട്ട് വീക്കായി പോകും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കാണെങ്കിലും കഴിഞ്ഞ ദിവസം ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, ഉറക്കം ശരിയല്ലാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആഹിലിൽ നിന്ന് പിണ്ടിയാണ് കേട്ടോ കറി വെച്ച് കൊടുക്കുന്നത്. പിണ്ടിയും പയറും കൂടി ഇട്ടിട്ട് അതാണ് കറി വെച്ച് കൊടുക്കുന്നത്. പിന്നെ മുട്ടയും വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കേട്ടോ ഇപ്പോൾ കറികളൊക്കെ അവന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ അവന് ചോറിൽ കഞ്ഞിയായിരുന്നു 2 ദിവസം കൊടുത്തിരുന്ന് വെച്ചത്. ഇന്നിപ്പോൾ ഞാൻ ചോറിൽ മുട്ട ചിക്കിയിട്ട് അവന് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കിയായിരുന്നു. അങ്ങനെയെങ്കിലും അവൻ കഴിക്കാൻ തോന്നട്ടെ എന്ന് ഓർത്തിട്ട്. ഭാഗ്യത്തിന് ആ പാത്രം കണ്ടപ്പോൾ അവൻ ഇത് ഓർമ്മ വന്നിട്ട് വേഗം എൻ്റെ അടുത്ത് വന്ന് ഇരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അത് കണ്ടപ്പോൾ തന്നെ എനിക്കും ഹസ്ബൻഡിനും ഭയങ്കര സന്തോഷമായി. എന്താ പറയുക, ഇത്രയും ദിവസം ഭക്ഷണമൊക്കെ കഴിക്കാണ്ടിരുന്നിട്ട് ഇത് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് കാണിച്ചപ്പോൾ നമുക്ക് എന്ത് സന്തോഷമാണ് വന്നതെന്നറിയില്ല. അത്ര സന്തോഷമായിരുന്നു. കുറച്ചേ കഴിച്ചുള്ളൂ, എങ്കിലും അൽഹംദുലില്ലാ കുറച്ചെങ്കിലും അവൻ കഴിച്ചല്ലോ. പിന്നെ മാമയും ആൻറ്റിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവനെ കാണാനായിട്ട്. എൻ്റെ വാപ്പച്ചി രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് സമാധാനം ഉണ്ടായിരുന്നു. മരുന്ന് കഴിച്ചില്ല. അപ്പോഴും അവൻ വെള്ളം കുടിക്കുന്നില്ല കേട്ടോ. വെള്ളം കുടിക്കാൻ അവന് ഭയങ്കര ബുദ്ധിമുട്ട് പോലെ. വെള്ളത്തിലേക്ക് നോക്കുന്നേ ഇല്ലായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, അത്രയും കഴിച്ചല്ലോ, ആശ്വാസമായിരുന്നു. പിന്നെ ഈവനിങ്ങിൽ ഞങ്ങൾ കുറച്ച് ആപ്പിളൊക്കെ ജ്യൂസ് അടിച്ച് കൊടുത്തു. പക്ഷെ അവൻ അതൊന്നും കഴിച്ചില്ല കേട്ടോ. വെള്ളവും കുടിച്ചില്ലായിരുന്നു. വെള്ളം കുടിക്കാൻ ഇതേപോലെ ഞങ്ങൾ കൈ പിടിച്ചിട്ടാണ്. വെള്ളം ഒട്ടും കുറഞ്ഞു പോകരുന്നത് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രിയും ഇതേപോലെ തന്നെ മുട്ട ചിക്കി ചോറ് കൊടുത്തപ്പോൾ അതും അത്യാവശ്യം കഴിച്ചു കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ സമാധാനമായി.
അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മൾ നേരിട്ട് കണ്ടില്ലെങ്കിലും ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നു എന്ന് അറിയുമ്പോൾ തന്നെ ഭയങ്കര ആശ്വാസം. എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് അവൻ ഇത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് റീക്കവറായിട്ട് വന്നത്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഞാൻ അധികം നേരം വീഡിയോ എടുത്തില്ലായിരുന്നു, കാരണം കൂടുതൽ ടൈം അവൻ്റെ കൂടെ തന്നെയായിരുന്നു ഇരുന്നിരുന്നേച്ചത്. ഇനിയിപ്പോൾ നാളെ മുതൽ വെള്ളം കുടിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ്, കാരണം വെള്ളം മുടങ്ങാണ്ട് കുടിച്ചുകൊണ്ടിരുന്നൊരു കുട്ടിയായിരുന്നു. അപ്പോൾ വെള്ളം കുടിക്കാണ്ടിരിക്കണ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. നമുക്കിപ്പോൾ ഫുഡിനേക്കാളും കൂടുതൽ വെള്ളമാണല്ലോ നമ്മുടെ ബോഡിയിൽ വേണ്ടത്. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.